Hi dear students, welcome back to Sociology online class. സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ലിറ്ററസി, അതുപോലെ അർബൻ റൂറൽ ഡിഫറൻസ് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. സാക്ഷരത എന്താണ്, നഗര ഗ്രാമങ്ങളിൽ ജനസംഖ്യയിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ, പോപ്പുലേഷൻ പോളിസി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജനസംഖ്യാ നയം. ജനസംഖ്യ എന്നുള്ളത് ഒരു ജനസംഖ്യയും അതുപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിൻ്റെ വികസനവും എന്നുള്ളത് പരസ്പരം ബന്ധിക്കപ്പെട്ടൊരു കാര്യമാണ്, മ്യൂച്വലി കണക്റ്റഡ് ആണ്. സോ പോപ്പുലേഷൻ പോളിസി ഹാസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ നാഷൻ. ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് പോപ്പുലേഷൻ പോളിസി. ഒരു രാജ്യത്തിൻ്റെ വികസനവുമായി എന്തിന് ബന്ധമുണ്ട്? പോപ്പുലേഷൻ പോളിസിക്ക്, ജനസംഖ്യാ നയത്തിന് ബന്ധമുണ്ട്. പോപ്പുലേഷൻ അഫക്ട്സ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ നാഷൻ ആൻഡ് ദി ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് ഇറ്റ്സ് പീപ്പിൾ. ജനസംഖ്യ എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയെയും ആ രാജ്യത്തിലെ ആളുകളുടെ ആരോഗ്യം, ക്ഷേമം എന്നിവയെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ജനസംഖ്യ. ജനസംഖ്യ ആ നാടിൻ്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പുരോഗതിയെ ബാധിക്കുന്നു. അതുപോലെ തന്നെ ആ നാട്ടിലെ ആളുകളുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും ബാധിക്കുന്നു. എങ്ങനെ ബാധിക്കുന്നു? നമുക്കറിയാം, ഓവർ പോപ്പുലേഷൻ എന്നുള്ളത് മെയിൻ ഹിൻഡ്രൻസ് ഓഫ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ നാഷൻ. ഓവർ പോപ്പുലേഷൻ, അമിതമായ ജനസംഖ്യ അല്ലെങ്കിൽ ഓവർ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യയുടെ അമിതമായ വളർച്ച എന്തിന് കാരണമാകും? ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് വിഘ്നം നിൽക്കും, തടസ്സമാകും. അമിതമായ ജനസംഖ്യയുടെ വളർച്ച എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് തടസ്സം നിൽക്കും. എങ്ങനെ തടസ്സമാവുക? നമുക്കറിയാം, അമിതമായ ജനസംഖ്യ, ഓവർ പോപ്പുലേഷൻ എന്തിനൊക്കെ കാരണമാകുന്നു? പോവേർട്ടി, ദാരിദ്ര്യം, അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ. ഇങ്ങനെ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം പോലെയുള്ള നിരവധി സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് എന്ത് കാരണമാകുന്നു? ഓവർ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഓവർ ഗ്രോത്ത് ഓഫ് ദി പോപ്പുലേഷൻ കാരണമാകുന്നു. അമിതമായ ജനസംഖ്യ സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം, ഓവർ പോപ്പുലേഷൻ എന്നുള്ളത് അല്ലെങ്കിൽ ഫാസ്റ്റ് ഗ്രോയിങ് പോപ്പുലേഷൻ എന്നുള്ളത് മെയിൻ ഹിൻഡ്രൻസ് ഓഫ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ നാഷൻ. ഒരു രാജ്യത്തിൻ്റെ വളർച്ചയുടെ അല്ലെങ്കിൽ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട തടസ്സമാണെന്ത്? ഓവർ പോപ്പുലേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞത്, പോപ്പുലേഷൻ എന്നുള്ളത് എന്തിന് തടസ്സമാകുന്നു? പല സമയങ്ങളിലും എന്തിന് തടസ്സമാകുന്നു? വികസനത്തിന് തടസ്സമാകുന്നു. പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസ്, വികസ്വര രാഷ്ട്രങ്ങളിൽ ഈ ഓവർ പോപ്പുലേഷൻ എന്നുള്ളത് വികസന രാഷ്ട്രങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. വികസ്വര രാഷ്ട്രങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഓവർ ഗ്രോയിങ് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യയുടെ അമിതമായ വളർച്ച. ദിസ് പ്രോബ്ലം വാസ് ഐഡന്റിഫൈഡ് ബൈ ഇന്ത്യ അറ്റ് ഏർലിയർ. ഇന്ത്യ അഡോപ്റ്റഡ് എ പോപ്പുലേഷൻ പോളിസി ഇൻ 1952. ഈ ഒരു പ്രശ്നം, അമിതമായ ജനസംഖ്യയുടെ വളർച്ച വികസനങ്ങൾക്ക് തടസ്സം നിൽക്കും എന്നുള്ള ഈ ഒരു പ്രശ്നം ഇന്ത്യ നേരത്തെ തിരിച്ചറിഞ്ഞു. ആദ്യകാലത്ത് തന്നെ 1952 തന്നെ ഇന്ത്യ ജനസംഖ്യാ നയം സ്വീകരിച്ചു അല്ലെങ്കിൽ പാസാക്കി. ജനസംഖ്യയെ നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ ജനസംഖ്യ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നോണം 1952 തന്നെ ഇന്ത്യ പോപ്പുലേഷൻ പോളിസി അഡോപ്റ്റ് ചെയ്തു. എന്തായിരുന്നു ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി? നോക്കാം. ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി എന്നുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനസംഖ്യാ നയം എന്നുള്ളത് എന്തായിരുന്നു? ബേസ്ഡ് ഓൺ ഫാമിലി പ്ലാനിങ്. ഫാമിലി പ്ലാനിങ്ങിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. കുടുംബാസൂത്രണത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി. 1952 ഒരു പക്ഷേ ലോകരാജ്യങ്ങളിൽ ആദ്യമായി ജനസംഖ്യാ നയം പാസാക്കിയ രാജ്യമായിരിക്കും ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി എന്നത് പ്രധാനമായിട്ടും എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു? ഫാമിലി പ്ലാനിങ്,
കുടുംബാസൂത്രണത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി. ഈ ലക്ഷ്യത്തോടെ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്ഡ് CFPB, സെൻട്രൽ ഫാമിലി പ്ലാനിംഗ് ബോർഡ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാമിലി പ്ലാനിംഗ്. ഇന്ത്യയുടെ ജനസംഖ്യയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ലക്ഷ്യത്തോടെ ഇന്ത്യ CFPB അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാമിലി പ്ലാനിംഗ് എന്നുള്ള വകുപ്പുകളും ഡിപ്പാർട്ട്മെൻറ്റുകളും സ്ഥാപിച്ചു. ജനസംഖ്യയെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനസംഖ്യയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനസംഖ്യ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ കൊണ്ടുവന്ന പോപ്പുലേഷൻ പോളിസി. ആ പോപ്പുലേഷൻ പോളിസി എന്തിനടിസ്ഥാനമാക്കിയായിരുന്നു? ഫാമിലി പ്ലാനിംഗ്. ഈ ഫാമിലി പ്ലാനിംഗ് എന്ന ലക്ഷ്യത്തോടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ഫാമിലി പ്ലാനിംഗ് ബോർഡ് ഇന്ത്യൻ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്തായിരുന്നു ഈ നാഷണൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ പോളിസിയുടെ ചീഫ് ഒബ്ജക്റ്റീവ്സ്, പ്രധാനപ്പെട്ട മേജർ എയിംസ് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ പോളിസി എന്തായിരുന്നു? വ്യത്യസ്തമായ പല ലക്ഷ്യങ്ങളോട് കൂടെയായിരുന്നു ഇന്ത്യ ഈ പോപ്പുലേഷൻ പോളിസി അഡോപ്റ്റ് ചെയ്തത്. നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ടു ഇൻഫ്ലുവൻസ് ദി റേറ്റ് ആൻഡ് പാറ്റേൺ ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ എ വേ ഡിസൈറബിൾ ടു അവർ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിന് യോജിക്കുന്ന രീതിയിൽ ജനസംഖ്യ വളർച്ചയെ സ്വാധീനിക്കുക. അമിതമായ ജനസംഖ്യ വളർച്ചാ പ്രശ്നങ്ങൾ കാരണമാകും. അപ്പോൾ നമുക്ക് യോജിച്ച രീതിയിൽ പോപ്പുലേഷൻ ഗ്രോത്തിനെ സ്വാധീനിക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യൻ ജനസംഖ്യാ നയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുവായ ഒരു ലക്ഷ്യം. അതുപോലെ തന്നെ ബൈ പ്രൊമോട്ടിംഗ് വേരിയസ് മെത്തേഡ്സ് ഓഫ് ബർത്ത് കൺട്രോളിംഗ്, ജനന നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ടു സ്ലോ ഡൗൺ ദി റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. ജനന നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യ വളർച്ചയെ കുറക്കുക, ഇല്ലാതാക്കുക. അതായത് ബർത്ത് റേറ്റ്, ജനന നിരക്ക് കുറക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. വേരിയസ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ബൈ പ്രൊമോട്ടിംഗ് വേരിയസ് മെത്തേഡ്സ് ഓഫ് ബർത്ത് കൺട്രോളിംഗ്, ജനന നിയന്ത്രണത്തിനുള്ള പല മാർഗങ്ങൾ അതുപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? സ്ലോ ഡൗൺ ദി റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യയുടെ വളർച്ചയെ കുറക്കുക, അല്ലെങ്കിൽ ബർത്ത് റേറ്റ് കുറക്കുക. അതുപോലെ തന്നെ മറ്റൊരു എയിം, ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡ്, പൊതുജനാരോഗ്യം, ജനങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യനില മെച്ചപ്പെടുത്തുക. പോഷകാഹാരവും മറ്റുള്ളതൊക്കെ നൽകിക്കൊണ്ട് ജനങ്ങളുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നതിന് വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ഇന്ത്യൻ പോപ്പുലേഷൻ പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ ടു ക്രിയേറ്റ് പബ്ലിക് അവയർനെസ്, പൊതുവായി ഒരു അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുക. ജനസംഖ്യ വർദ്ധിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, അതുകൊണ്ട് ആരോഗ്യപരമായ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, ഇങ്ങനെയുള്ള ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ എന്ത് ചെയ്യുക? അവബോധം സൃഷ്ടിക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ഈ പോപ്പുലേഷൻ പോളിസി ഇന്ത്യയിൽ 1952 അഡോപ്റ്റ് ചെയ്ത ഈ പോപ്പുലേഷൻ പോളിസിയുടെ മേജർ എയിംസ്. ടു ഇൻഫ്ലുവൻസ് ദി റേറ്റ് അതുപോലെ ആൻഡ് പാറ്റേൺ ഓഫ് ദി പോപ്പുലേഷൻ ഇൻ എ വേ ടു ഡിസൈറബിൾ അവർ സൊസൈറ്റി, അതുപോലെ തന്നെ ടു സ്ലോ ഡൗൺ ദി റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോട് കൂടിയാണ്. അതുപോലെ ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത്, അതുപോലെ തന്നെ ടു ക്രിയേറ്റ് പബ്ലിക് അവയർനെസ്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോട് കൂടെയാണ് ഇന്ത്യ ഈ പോപ്പുലേഷൻ പോളിസി അഡോപ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായിട്ട്, ലാസ്റ്റ് 6 decades, ഇന്ത്യക്ക് സുപ്രധാനമായ ഒരുപാട് മാറ്റങ്ങൾ ജനസംഖ്യാ മേഖലയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ? ബർത്ത് റേറ്റ്, നേരത്തെ ജനന നിരക്ക് 40 ആയിരുന്നു, 40.8, അതിൽ നിന്നും ജനനിരക്ക് കുറച്ചു കൊണ്ടുവരാൻ 24.1 ആക്കി ചുരുക്കി കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ 60 വർഷക്കാലങ്ങളായിട്ട്. അതുപോലെ തന്നെ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്ക് നേരത്തെ 146 ആയിരുന്നെങ്കിൽ അതിൽ നിന്നും നല്ല കുറവ് കൊണ്ടുവന്ന് 58 ആക്കി ചുരുക്കി കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്.
ശിശുമരണ നിരക്ക് നേരത്തെ 146 അത് 58 ആക്കി ചുരുക്കി കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളുടെ മരണം നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്താണ് ശിശുമരണ നിരക്ക് എന്നുള്ളത്. 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണം, അതും ആ മരണനിരക്കും കുറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ഇതൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സഹായിക്കുന്നു? ആരോഗ്യരംഗത്ത് ഇന്ത്യ കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇണകളുടെ സംരക്ഷണം, അത് നേരത്തെ 10.4% എന്നുള്ളത് 44% ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെത്ത് റേറ്റ്, മരണനിരക്ക് 25 നിന്നും 7 എന്ന സംഖ്യയിലേക്ക് ചുരുക്കിക്കൊണ്ട് 7.5 എന്നതിലേക്ക് ചുരുക്കിക്കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആരോഗ്യരംഗത്തുണ്ടായ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആയുർദൈർഘ്യം, ലൈഫ് എക്സ്പെക്റ്റൻസി, എന്താ ഒരു ശരാശരി മനുഷ്യൻ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് കരുതപ്പെടുന്ന കാലം. നേരത്തെ 37 വയസ്സായിരുന്നു ഒരാളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ടു സർവൈവ്. ഒരു ആവറേജ് മെമ്പർ ഓഫ് സൊസൈറ്റി, ഒരു സമൂഹത്തിലെ ഒരു ശരാശരി മനുഷ്യന് എത്രത്തോളം കാലം ജീവിച്ചിരിക്കുമെന്ന് കണക്കാക്കുന്നതാണ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. ഇത് നേരത്തെ 37 ആയിരുന്നു. അതിൽ നിന്നും 25 വർഷം കൂട്ടി 62 ആക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ജനസംഖ്യാ മേഖലയിൽ സുപ്രധാനമായ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് സാധിച്ചത്? ജനങ്ങളിൽ തികഞ്ഞ അവബോധമുണ്ടാക്കി, ജനസംഖ്യ വർദ്ധിച്ചാലുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ തികഞ്ഞ അവബോധമുണ്ടാക്കി ഇങ്ങനെ ജനസംഖ്യാ മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഡ്യൂറിങ് എമർജൻസി പീരീഡ് 1975-76 ഈ കാലഘട്ടത്തിൽ പാർലമെന്ററി നോർമൽ പ്രൊസീജിയേഴ്സൊക്കെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഈ കാലത്ത് ഗവൺമെന്റ് നേരിട്ടായിരുന്നു ഭരണം നടത്തിയിരുന്നത്. ഈ കാലത്ത് ഇന്ത്യയിൽ ജനസംഖ്യയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനസംഖ്യയെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധിക്കപ്പെട്ടുകൊണ്ടുള്ള പല നടപടികളും സ്വീകരിച്ചു. സ്റ്റെറിലൈസേഷൻ, വന്ധ്യംകരണ പദ്ധതികൾ, വാസക്ടമി, അതുപോലെ ട്യൂബക്ടമി പോലുള്ള പുരുഷരെയും സ്ത്രീകളെയും വന്ധ്യംകരണം നടത്തുന്ന ഈയൊരു പ്രക്രിയകൾ പാവപ്പെട്ട ദരിദ്രരായ ജനങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഈ വന്ധ്യംകരണം ചെയ്യിപ്പിച്ചു. ഇങ്ങനെയുള്ള ഒരു തിരിച്ചടി ഇന്ത്യ നേരിട്ടിട്ടുണ്ട്. ഏത് കാലത്താ? ഡ്യൂറിങ് എമർജൻസി പീരീഡ് 1975-76 കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന കാലത്തിൽ ഗവൺമെൻറ് നേരിട്ട് ഭരിക്കുകയും അന്ന് കുടുംബാസൂത്രണം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് പാവപ്പെട്ട ദരിദ്രരായ ആളുകളെ നിർബന്ധിച്ച് വന്ധ്യംകരണം നടത്തി. ഇങ്ങനെ ഈ വന്ധ്യംകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ലോവർ ലെവലുള്ള ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ അവർ നിർബന്ധിച്ച്, അതായത് സ്കൂൾ ടീച്ചേഴ്സ്, അതുപോലെ ഗവൺമെൻറ് ഓഫീസ് വർക്കേഴ്സിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകളെ ഈ വന്ധ്യംകരണം ചെയ്യുന്ന ക്യാമ്പിലേക്ക് കൊണ്ടുവരികയും നിർബന്ധപൂർവം ഈ വന്ധ്യംകരണം നടത്തുകയും ചെയ്തു. അതായത് ഇതെന്ത് തടയുന്നു? ഈ വന്ധ്യംകരണം എന്താണ്? പുനരുൽപാദനം, അതുപോലെ ഗർഭധാരണത്തിൻ്റെ ശേഷിയൊക്കെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ. ഇത് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചു. പിന്നീട് ജനതാ സർക്കാർ വന്നിട്ടാണ് ഈ ഒരു പദ്ധതി നിർത്തലാക്കിയത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ സർക്കാർ വരികയും അതിനുശേഷമാണ് ഈ നിർബന്ധിത വന്ധ്യംകരണ പദ്ധതിയൊക്കെ നിർത്തലാക്കിയത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കുടുംബാസൂത്രണ പരിപാടി എന്നുള്ളത് ദേശീയ കുടുംബക്ഷേമ പരിപാടി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം റീനെയിംഡ് ആസ് നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം. നേരത്തെ ഉണ്ടായിരുന്ന കുടുംബാസൂത്രണ പരിപാടി എന്നുള്ളത് കുടുംബക്ഷേമ പരിപാടി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ നിർബന്ധിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ കുടുംബാസൂത്രണത്തിൻ്റെ നിർബന്ധിത രീതികൾ പൂർണ്ണമായി ഉപേക്ഷിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നിർബന്ധിച്ചുകൊണ്ട് വന്ധ്യംകരണം നടത്തി ആ പരിപാടികൾ അല്ലെങ്കിൽ ആ രീതികൾ പൂർണ്ണമായി ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ 2000 ഫെബ്രുവരി 1 ഒരു പുതിയ പോപ്പുലേഷൻ പോളിസി ഇന്ത്യ സ്വീകരിച്ചു. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് 2010 ആകുമ്പോഴേക്കും
ഇന്ത്യൻ ജനസംഖ്യയുടെ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്, ജനന നിരക്കും മരണനിരക്കും ഒരുപോലെയാക്കുക അല്ലെങ്കിൽ ഒരേ ലെവലിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു 2000 ഇന്ത്യ സ്വീകരിച്ച പുതിയ ജനസംഖ്യാ നയത്തിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് പല പദ്ധതികളും ഇന്ത്യ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ പോപ്പുലേഷൻ പോളിസി 1952 അതിനെന്തുണ്ടായിരുന്നു? അതിൻ്റെ ബേസ്ഡ് ഓൺ ഫാമിലി പ്ലാനിംഗ് ആയിരുന്നു. ഈ ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് CFPB അതുപോലെ DFPB എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പുകളൊക്കെ ഇന്ത്യൻ ഗവൺമെൻറ് സ്ഥാപിച്ചു. അതുപോലെ അതിൻ്റെ മേജർ എയിംസ് അല്ലെങ്കിൽ ചീഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ പോളിസി അല്ലെങ്കിൽ ഫാമിലി പ്ലാനിംഗ് എന്തായിരുന്നു? ഇന്ത്യൻ ജനസംഖ്യയെ നമ്മുടെ സമൂഹത്തിന് അഭിലഷണീയമായ രീതിയിൽ നല്ലതായ രീതിയിൽ സ്വാധീനിക്കുക, അതുപോലെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കുറച്ചു കൊണ്ടുവരിക, അതുപോലെ തന്നെ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുക, അതുപോലെ ജനങ്ങളിൽ ഒരു അവയർനെസ് ടു ക്രിയേറ്റ് പബ്ലിക് അവയർനെസ്, ജനങ്ങളിൽ ഒരു പൊതു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ഇന്ത്യൻ ജനസംഖ്യ അല്ലെങ്കിൽ ഈ ജനസംഖ്യാ നയം കൊണ്ട് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ബർത്ത് റേറ്റ് കുറക്കാൻ സാധിച്ചു, ഡെത്ത് റേറ്റ് കുറക്കാൻ സാധിച്ചു, അതുപോലെ തന്നെ ശിശുമരണ നിരക്ക് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് അത് 146 നിന്നും 58 ചുരുക്കാൻ സാധിച്ചു. ഇങ്ങനെ പല നേട്ടങ്ങളും ഇന്ത്യ കൈവരിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ.